ഇപ്പോൾ ഞാൻ ഇവിടെ നിന്നും ഈ ഒരു ഫോണിലേക്ക് കണക്ട് ചെയ്ത് ഒരു പാട്ട് വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ച് കാണുകയാണെങ്കിൽ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി അല്ലെങ്കിൽ ഇത് സൗണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പാട്ട് ഈ ഒരു ഫോണിൽ നിന്ന് ഇതിലേക്ക് പ്ലേ ചെയ്യുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മിഷാബ് ടോക്സ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഒരു കോസ്മിക് ബൈറ്റിൻ്റെ ഒരു കിഡിലൻ ഹെഡ്സെറ്റ് ആണ്. കോസ്മിക് ബൈറ്റ് എന്ന പേരുള്ള സ്റ്റാർ ഡസ്റ്റ് ഗെയിമിംഗ് ഹെഡ്സെറ്റ് എന്നാണ് ഈ ഒരു ഹെഡ്സെറ്റിന്റെ പേര്. ഒരു ബോക്സ് എന്ന് വെച്ചാൽ ഒരു വലിയ തരത്തിലുള്ള ഒരു ബോക്സ് തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുമാത്രമല്ല ഇതിന്റെ ബാക്കി സ്പെസിഫിക്കേഷൻ ഒക്കെ പൊളിയാണ്. അതുമാത്രമല്ല ഇതിൽ ഗെയിമിംഗ് ഹെഡ്സെറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിലൊരു മൈക്കും അഡ്ജസ്റ്റബിൾ മൈക്കും നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിലൊരു പൊളിയായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ഏതായാലും ഇതിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നേരെ വീഡിയോയിലോട്ട്. അപ്പോൾ ബോക്സിന്റെ മുകളിലേക്ക് ആദ്യം നോക്കുകയാണെങ്കിൽ ഇവിടെ മുകളിലായിട്ട് സ്റ്റാർ ഡസ്റ്റ് ഗെയിമിംഗ് ഹെഡ്സെറ്റ് എന്നും ഇപ്പുറം ഈ സൈഡിലായിട്ട് കോസ്മിക് ബൈറ്റ് എന്നൊരു ബാഡ്ജിങ്ങും സ്വിച്ച് ടു ഗോഡ് മോഡ് എന്നൊരു ഇതും കാണാം. അതിന് താഴെ ഇതിന്റെ ഒരു വലിയൊരു ഇമേജും കാണിക്കുന്നുണ്ട്. പിന്നെ അഡ്ജസ്റ്റബിൾ ഹെഡ് ബാൻഡ് എന്നും സോഫ്റ്റ് ഇയർ കപ്സ് എന്നും 3.5 mm ഓഡിയോ ജാക്ക് എന്നും കാണിക്കുന്നുണ്ട്. ഇത് നമുക്ക് PC, ലാപ്ടോപ്പ്, PS4, Xbox One, മൊബൈൽ എന്നിങ്ങനെയുള്ള പല ഗാഡ്ജറ്റുമായിട്ട് നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിന്റെ ഈ സൈഡിലേക്ക് വന്നാൽ അതുപോലെ തന്നെ ഗെയിമിംഗ് ഹെഡ്സെറ്റ് എന്നും അവരുടെ ഇൻസ്റ്റാഗ്രാമും ട്വിറ്ററും ഫേസ്ബുക്കിലുള്ള ഐഡിയും ഈ സൈഡിലായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിന്റെ വലുതായിട്ടുള്ള ഒരു ഇമേജും സ്റ്റാർ ഡസ്റ്റ് ഗെയിമിംഗ് ഹെഡ്സെറ്റ് എന്നുമാണ് കാണിച്ചിട്ടുള്ളത്. ഇതിന്റെ പിറകിലോട്ട് വന്നാൽ ഇതിന്റെ മൊത്തം ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ 4 ഭാഗത്തേക്കുള്ള ഒരു ഇമേജും അതിന്റെ മീറ്റർ അളവും അതിന്റെ പുറത്ത് വരുന്ന ജിഗാഹെർട്സിലുള്ള ഒരു സൗണ്ടും മറ്റു കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ അതിന്റെ ഒരു ബാഡ്ജിങ്ങും മെയ്ഡ് ഇൻ ചൈന എന്നും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ഇതിന്റെ അൺബോക്സിംഗ് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ഇതിന്റെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതിന്റെ മുകളിലായിട്ട് ഇവിടെ ഒരു പാക്കേജ് പോലുള്ള ഒരു ഇത് കാണാം. അതിനകത്ത് നമുക്ക് മുകളിലായിട്ട് ഇവിടെ ഈ ഒരു ക്ലിപ്പ് കണിച്ചത് പോലെ കാണും. അതൊന്ന് ഇളത്തിയിട്ട് ഇങ്ങനെ ഒരു ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ബലൂൺ പാക്കേജിനകത്താണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്ക്രീനിൽ പിടിക്കുന്നതെന്ന് അറിയില്ല. വലിയൊരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് അത്യാവശ്യം മുട്ടിയിട്ടും തട്ടിയിട്ടായിരിക്കും ഇത് ക്യാമറ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ഒരു കവർ നമുക്ക് ഊരിയിട്ട് ബാക്കി കാണിക്കാം. അപ്പോൾ ഈ ഒരു കവർ ഒന്ന് ഊരി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇതിൻ്റെ കോസ്മിക് ബൈറ്റിൻ്റെ ഒരു ബ്രാൻഡിങ് ബാഡ്ജും അതുപോലെ തന്നെ യൂസർ മാനുവലുമാണ് ഇതിൽ കാണിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഹെഡ്സെറ്റിലോട്ട് വരാം. ഹെഡ്സെറ്റിലോട്ട് വരുമ്പോൾ ഒരു മികച്ചൊരു ഫീലിംഗ് ഈ ഒരു ഹെഡ്സെറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു മികച്ചൊരു നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയും ഒരു ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ ഒരു പ്ലാസ്റ്റിക് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ ഇയർ കപ്സും നല്ലൊരു കുഷ്യൻ ടൈപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. അതിന് ചുറ്റുമായിട്ടൊരു ആംബിയന്റ് ബ്ലൂ കളർ പോലെ നമുക്കിത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ഹെഡിൽ വേദനയൊന്നും വരാതിരിക്കാൻ വേണ്ടി ഇവിടെയും കുഷ്യൻ ടൈപ്പ് സോഫ്റ്റ് കപ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇത് തന്നെയാണ്. ഇനി നമുക്കിതിന്റെ 2 സൈഡിലും ഇങ്ങനെ നമുക്ക് സൈസ് ചിലപ്പോൾ കൂട്ടാനും കുറക്കാനും ഒക്കെ വേണ്ടി വരും. അതിനു വേണ്ടിയുള്ള ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടുള്ള ഒരു ഇതും ഇവിടെ 2 ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം മൊത്തത്തിലൊരു നല്ലൊരു സംഭവം തന്നെയാണ്. ഏതായാലും ഈ സൈഡിൽ ഇതിന്റെ കോസ്മിക് ബൈറ്റ് CB എന്നും എഴുതിയിട്ടുണ്ട്. അതിന് ഇടയിലായിട്ട് നമുക്ക് ഒരു ഗ്രേഡിയൻ ബ്ലൂ കളറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ബാക്കിയൊക്കെ മാറ്റി വെച്ച് നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷൻ ബേസിലുള്ള ഒരു ഇതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഇതിന്റെ മൈക്ക് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടെ ഒരു മടക്കി വെച്ചിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ ഇങ്ങോട്ട് വിടർത്തിയാൽ നമുക്ക് നമ്മുടെ വായന് അടുത്തേക്ക് നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മൈക്കാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ പൊളിയാനൊന്നും അത്ര സാധ്യത കുറവാണ്. നമുക്ക്
ഏതൊരു സൈഡിലേക്ക് വേണമെങ്കിലും ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വയറെന്ന് വെച്ചാൽ ഒരു നല്ല 1 മീറ്ററോളം എത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രത്തോളം നീളമുള്ള ഒരു വയറാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ദൂരത്ത് നിന്നും ഫോണിൽ കുത്തി, അതായത് പോക്കറ്റിലുള്ള ഫോണിൽ നമുക്കിത് കണക്ട് ചെയ്ത് നമുക്കിതിൽ ഹെഡിൽ വെച്ച് നമുക്ക് പാട്ട് കേൾക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഒരു സെറ്റപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മൈക്കിൻ്റെ ഭാഗം എങ്ങനെ കണക്ട് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈടായിട്ട് ഇവിടെ ഓഫ് ഓൺ എന്ന് വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ മൈക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഓൺ എന്ന് ബട്ടൺ അങ്ങോട്ട് സ്ലൈഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓഫ് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ സൗണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഇത് അനക്കിയാൽ നമുക്ക് സൗണ്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതിൻ്റെ സൈഡിലോട്ട് വന്നാൽ ഇവിടെ 3.5mm ജാക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്ത് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ മൊത്തത്തിലൊരു നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഇനി ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ ഇത് ഒരാൾ ഇത് വെച്ച് പാട്ട് കേൾക്കുമ്പോൾ ഇതിൽ നിന്നുമുള്ള സൗണ്ട് നമുക്ക് പുറത്ത് കേൾക്കാൻ സാധിക്കുന്നതാണ്. അത്രത്തോളം ബാസ് ആയിട്ടുള്ള ഏകദേശം ഒരു സൗണ്ട് ബാറിൽ നിന്നും വരുന്ന ഒരു സൗണ്ട് തന്നെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്, അതായത് ക്വാളിറ്റി വരുന്നത്. ഏതായാലും നല്ലൊരു മികച്ച ഒരു ഓഡിയോ ക്വാളിറ്റി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഗെയിമിംഗ് ഉദ്ദേശമാണെങ്കിൽ ഇതിന് അങ്ങനെയുള്ള ഒരു മൈക്കും ഇൻബിൽഡ് തന്നെ വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു കൂളായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇതിൻ്റെ കോസ്മിക് ബൈറ്റിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഇവിടെ നിന്നും ഈ ഒരു ഫോണിലേക്ക് കണക്ട് ചെയ്ത് ഒരു പാട്ട് വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ച് കാണുകയാണെങ്കിൽ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി അല്ലെങ്കിൽ ഇത് സൗണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പാട്ട് ഈ ഒരു ഫോണിൽ നിന്ന് ഇതിലേക്ക് പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി. അപ്പോൾ നല്ലൊരു സൗണ്ട് ക്വാളിറ്റി തന്നെ നമുക്കിത് വെച്ചപ്പോൾ ഇതിൽ നിന്നും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡിസൈനും ഒരു ക്വാളിറ്റിയും ഒരു മികച്ച ഒരു ക്വാളിറ്റി തന്നെയാണ്. യാതൊരുവിധ പോരായ്മയും അതിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല. ഏതായാലും ഇതിൻ്റെ ആംബിയൻറ്റ് പോലുള്ള ഒരു ബ്ലൂ കളർ അത് മൊത്തത്തിലൊരു പൊളിയായിട്ട് തന്നെ ഇവർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്രൈസിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ഇത് നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഒരു 850 രൂപയാണെന്ന് തോന്നുന്നു. അപ്പോൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വേണ്ടവർ പോയി ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തും ഷെയർ വെക്കാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.